ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം. സ്വന്തം അമ്മയെ ഒരു യുവാവ് ലഹരിയുടെ പിടിയിൽ കഴുത്തറത്ത് കൊല്ലുകയാണ്. കണ്ണൂർ കൊളക്കാട് നിന്നാണ് കേരളം ഞെട്ടുന്ന ഈ വാർത്ത പുറത്തു വന്നത്. കേരളത്ത് മൊണാലിസ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഗീതമ്മ എന്ന സ്ത്രീയാണ് ഇന്നലെ രാത്രി സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി മകൻ ലഹരിക്കടിമയിൽ വാക്കുതർക്കം അമ്മയുമായി നടത്തി. അതിനുശേഷമാണ് ക്രൂരമായ ഈ കൊലപാതകം നടത്തിയത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ക്രിസ്റ്റിയെ കേളകം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതി അതിൻ്റെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരം ആയ കാര്യമെന്ന് പറയുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി സ്വയം പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ്. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ഗീതമ്മ. അച്ഛനെ കൊല്ലാനും പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടി അയൽവാസികൾ പങ്കുവെക്കുന്നുണ്ട്. അയൽവാസിയായ KB ബൈജു പറയുന്നത് ഒന്ന് കേൾക്കാം. ക്ഷമിക്കണം, അയൽവാസി പറയുന്നത് കേൾക്കാം. ഇവള് അടുക്കളയിൽ വർക്ക് ചെയ്യുക. ഇവള് അവിടെ നിന്ന് ഒച്ചപ്പാട് കേട്ടിട്ട് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ ഷർട്ടോട്ട് നേരെ ഇവിടെ കൊല്ലുമ്പോൾ ഇവനും വേറെ എനിക്ക് പരിചയമില്ലാത്ത രണ്ടുപേരാ, അതായത് ചേച്ചിയുടെ ആങ്ങളമാരാ, ഇവിടെയുള്ളവരല്ല. അപ്പോൾ അവർ വിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പോയി പുള്ളിയെ കഴുത്തിനിങ്ങനെ പിടിച്ചേക്കുക. അപ്പോൾ ഞാൻ ആ കഴുത്തിൽ നിന്ന് പിടിച്ച് പുള്ളിയെ രക്ഷപ്പെടുത്തു. അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങളെ കൊന്നറാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നിട്ട് ചോരയൊക്കെ ആണെന്ന് പറഞ്ഞു മുറ്റത്ത് എന്തൊക്കെയോ കാണിച്ചു. പക്ഷേ അത് ചോരയൊന്നുമില്ലായിരുന്നു, എന്തോ വെള്ളം ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി അകത്ത് കയറി നോക്കി. അകത്ത് കയറി നോക്കിയപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ബെഡിലിങ്ങനെ കിടക്കുക, ബ്ലഡ് പോയിട്ട് ഫുള്ള് ഇതായിട്ട്. അപ്പോഴും മരിച്ചു എന്നുള്ളൊരു ബോധമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ദിലീപേട്ടൻ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട് ആൾക്കാരാ. അപ്പോൾ ആ പുള്ളീനെ വിളിച്ചിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞിടാ പോയെന്നാണ് തോന്നുന്നത്, നമുക്ക് പോലീസിനെ വിളിക്കാൻ തോന്നും. കാരണം പുള്ളി പോലീസിനെ വിളിച്ചു. അപ്പോഴേക്ക് ഇവനാണെങ്കിൽ ഇവൻ്റെ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അവിടെ ഇല്ല, അവിടെ ആ പാടെ ഒരു വല്യമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നു. വല്യമ്മച്ചി ചേച്ചി ഇവനും മാത്രമേ ഉള്ളൂ. അവസാനം ഇവനെ അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അവസാനം ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് കടയിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോകാടാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഇവന് ആളെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് ഇവർ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേ ഇല്ല. സ്വബോധത്തോടെയാണ് ഭയങ്കര, അതായത് ഇവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം. എന്നുവെച്ചാൽ അത്രയും നോർമലായിട്ട് ഇവർ സംസാരിക്കുന്നത്. അയൽവാസിയാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയം സംസാരിച്ചത്. സ്വന്തം പിതാവിനെയും കൊലപ്പെടുത്താൻ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത്. ഒരു മടിയുമില്ലാതെ അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. KB ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇപ്പോൾ കേളകത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെയും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരാളായിരുന്നു പ്രതി. ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വാക്കുതർക്കമൊക്കെ സ്ഥിരമായി നടക്കാൻ ഉണ്ടായിരുന്ന ഒരു വീടാണോ? എന്താണ് അയൽവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതെ രഞ്ജിത്ത്, ഇതിൽ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താനിക്കുന്നിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് മകൻ ക്രിസ്റ്റി ഇത്തരത്തിൽ ഗീതാമ്മ എന്ന് പറയുന്ന അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതിൽ FIR പ്രധാനമായും പറയുന്നത് ഈ അമ്മയ്ക്കെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണം ഈ നാട്ടിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിൽ ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് FIR പറയുന്നത്. അങ്ങനെ ഈ മകൻ വീട്ടിലെത്തുകയും, അതായത് അച്ഛൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല, തങ്കച്ചൻ എന്ന് പറയുന്ന അച്ഛൻ പുറത്തുപോയൊരു സമയമായിരുന്നു. അങ്ങനെ മകൻ വീട്ടിലേക്ക് എത്തുകയും കിടപ്പ് മുറിയിൽ നിന്നും ഇത്തരത്തിൽ കത്തിയെടുത്ത് പലതവണ കുത്തിയാണ് അമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി അടുത്തുള്ള ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും വിളിച്ച് വിവരം അറിയിക്കുകയും കേളകം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഏതായാലും ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ക്രൂര കൃത്യം ഇയാളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ്. അതേസമയം തന്നെ ഈ മകൻ വലിയ ലഹരിക്കടിമയാണെന്നും പോലീസ് പറയുന്നുണ്ട്. നേരത്തെ ബംഗളൂരുവിൽ പഠിക്കുന്നുണ്ടായിരുന്ന ഈ മകൻ അതിനുശേഷം അവിടെ നിന്നും ഒരു 2-3 മാസം മുമ്പാണ് പഠനം നിർത്തി നാട്ടിലേക്ക് വന്നത്. ഈ അമ്മയാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു വഴി ഉണ്ടാക്കാൻ കാരണമെന്ന് പോലും ഇയാൾ പറഞ്ഞു എന്നാണ് ബന്ധുക്കളോടും അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കളോടും പറഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം അച്ഛനെ പോലും ഇതേ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന മകൻ തയ്യാറെടുത്തിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു
നടപടിയുടെ നീക്കുമെന്നാണ് സുഹൃത്തോടും പറഞ്ഞതെന്നാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ഏതായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം പോലീസ് അന്വേഷണം ഇതിൽ വ്യാപകമായി നടക്കുന്നത്. നമുക്ക് മറ്റൊരു വിവരം ലഭിക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെ, അതായത് കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ 19 വയസ്സുകാരനായ ഒരു യുവാവ് കൂടി മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താണെന്ന് വിവരം ലഭിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു ദുരൂഹതയുണ്ട് ഈ സംഭവത്തിലാകെ. അങ്ങനെ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഈ FIR രജിസ്റ്റർ ചെയ്തതനുസരിച്ച് അമ്മയെ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം ഉണ്ടായി. അതേ തുടർന്നുള്ള വാക്കുതർക്കം, അങ്ങനെയാണ് ഈ ക്രൂരകൃത്യത്തിന് ഈ ക്രിസ്റ്റി ഏർപ്പെടുന്നതെന്നാണ് ഇതിൽ FIR-ൽ പറയുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്, കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, ഈ സുഹൃത്തുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രാഥമികമായി മാത്രം ഇത്തരം വിവരങ്ങളാണ്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട്. ഏതായാലും മകൻ അത്രയും ക്രൂരമായ ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായി ഇതിനെ കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ഗീത അമ്മ എന്ന് പറയുന്നവർ. അതോടൊപ്പം മൊണാലിസ ബ്യൂട്ടി പാർലർ, അവിടെ കേളകത്ത് മൊണാലിസ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആണ് ഇവർ. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഏതെങ്കിലും ഇതിൽ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇതാണ്: ഇത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് ഈ മകൻ അതിക്രൂരമായി അമ്മയെ കൊലപ്പെടുത്തിയത്. നേരത്തെയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. ഇത് ലഹരിക്കടിമയായ മകൻ കൂടിയാണ്. അങ്ങനെ ബാംഗ്ലൂരിലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് എത്തുകയായിരുന്നു. ഒരു 3 മാസം മുൻപാണ് ഇയാൾ പഠനം ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. ഇതിനെ തുടർന്ന് വീട്ടിൽ നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പിതാവിനെ കൂടി കൊലപ്പെടുത്താൻ ഇയാൾ ഉദ്ദേശിച്ചിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പിതാവിനെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് ഈ മകൻ എത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങൾ കാര്യമായി ആ വീട്ടിലുണ്ടായിരിക്കണം. ലഹരി ഒരു പ്രധാന ഘടകമാണ്, സംശയമില്ല ഈ വിഷയത്തിൽ. മറ്റൊന്ന്, മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പ്രധാന ഒരു ഘടകമായിരിക്കാം. മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇയാൾക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം ഇയാൾ, നമുക്ക് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തണമെങ്കിൽ അത്രത്തോളം ഒന്നുകിൽ ലഹരിയുടെ ഒരു പിടിയിലായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ ആ തലത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ ഇയാളെ എത്തിച്ചിരിക്കാം. രഞ്ജിത്തെ, വലിയ തോതിലുള്ള വൈരാഗ്യം ഈ അമ്മയോട് ഉണ്ടായി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതും സുഹൃത്തുക്കളോട് ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതും. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുള്ളതായൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ലഹരി തന്നെയാണ് ഇതിൽ വില്ലനായത്. ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വരുമ്പോൾ അത് അമ്മ ചോദ്യം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മയുമായി വലിയ തോതിൽ വാക്കുതർക്കങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ട്. അത് അയൽവാസികളും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് നിരന്തരം ഈ പ്രശ്നം ഉണ്ടാവുകയും ഏറ്റവും ഒടുവിലായി ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അതായത് ദൃക്സാക്ഷി പോലും ഇല്ല ഈ ഒരു കൊലപാതകത്തിന് എന്നാണ് ഏറ്റവും പ്രധാനം. ബൈജു വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നു. പറഞ്ഞോളൂ ബൈജു, തുടർന്നോളൂ. ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഇടയ്ക്ക് വന്നു. അതെ രഞ്ജിത്തെ, ഇതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി കൃത്യമായി പോലീസിൽ കീഴടങ്ങാനെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യം ചെയ്തത്. അതായത് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തുന്നു, അതോടൊപ്പം ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഈ ബന്ധുക്കൾക്കും ഈ കാര്യങ്ങൾ കൈമാറുന്നു. അമ്മയെ താൻ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവരോടും പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഇയാൾ ഇങ്ങനെ അമ്മയെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് പോലീസാണ് അവിടത്തേക്ക് എത്തിയതിനു ശേഷമായിരുന്നു, അപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ണൂർ കേളകത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വന്തം അമ്മയെ കഴുത്തറത്ത് കൊല്ലുകയാണ് ഒരു മകൻ. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ലഹരിക്ക് അടിമയാണ്, ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകനാണ്, ലഹരിക്ക് അടിമയായിരുന്നു ഇയാൾ. അതിനുശേഷം സ്ഥിരമായി ഈ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സ്വന്തം അച്ഛനെയും സമാനമായി തന്നെ കൊലപ്പെടുത്താൻ ഇയാൾ തയ്യാറെടുത്തിരുന്നു എന്ന വിവരം കൂടി പോലീസും അയൽവാസികളും മറ്റും പങ്കുവെക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഗീതമ്മയാണ് ഇത്തരത്തിൽ സ്വന്തം മകനാൽ കൊല്ലപ്പെട്ടത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. മറ്റൊരു ബൈജു, തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായി ഈ പറഞ്ഞതുപോലെ ഒരു തയ്യാറെടുത്ത രീതിയിൽ തന്നെയാണ് ഇയാൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കണം അമ്മയെ കൊലപ്പെടുത്തണം എന്നുള്ള കാര്യം. അച്ഛനെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. രണ്ടുപേരോടുമുള്ള വൈരാഗ്യം കാരണമാണ്. ലഹരിയും പ്രധാനമായും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അതെ രഞ്ജിത്ത്, ലഹരി തീർച്ചയായും ഇതിലൊരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരിക്ക് പൂർണ്ണമായും അടിമയാണ് ഈ മകൻ എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ അച്ഛൻ ആ ദിവസം ഈ സമയം സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഇന്നലെ രാത്രി അച്ഛൻ പുറത്തുപോയ സമയത്തായിരുന്നു ഈ കൊലപാതകം നടത്തുന്നത്. ഒരു പക്ഷേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൂടി കൊലപ്പെടുത്താൻ ഈ പ്രതി ഉദ്ദേശിച്ചിരുന്നു. അത് തന്നെയാണ് പ്രതി സുഹൃത്തുക്കളോട് പങ്കുവച്ചത്. അച്ഛനെയും കൂടി കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന്. പക്ഷെ ആ സമയത്ത് അച്ഛനില്ലാത്തതുകൊണ്ടാണ് കൊലപാതകം നടക്കാതെ പോയത്. എന്തായാലും അമ്മയെ അതിക്രൂരമായാണ് കഴുത്തിന് കത്തിയെടുത്ത് നിരവധി തവണ കുത്തിയാണ് ഇങ്ങനെ കൊലപ്പെടുത്തുന്നത്. അതായത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മകൻ എത്തിയതാണ്. അത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം അത് ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്നു, ഒപ്പം സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നു, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അപവാദ പ്രചരണം ഉണ്ടായി, അതിൽ നാണക്കേടുണ്ട്. അതുമാത്രമല്ല, തന്നെ ഇങ്ങനെ ഈ ലഹരിക്കടിമയും മറ്റും ഈ ജീവിതശൈലിക്ക് കാരണം അമ്മയാണെന്ന തരത്തിൽ ഇയാളുടെ മൊഴി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. അത് എഫ്ഐആറിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന് പുറമെ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നടക്കുമ്പോൾ ഇതിൽ ദൃക്സാക്ഷികളില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അമ്മ വീട്ടിൽ തനിച്ചുണ്ടായ സമയത്ത് കൃത്യമായി എത്തിയതിനു ശേഷം ഇങ്ങനെ കൊലപാതകം നടത്തിയായിരുന്നു. ഒരു പക്ഷേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെയും കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു ഇയാൾ ഉദ്ദേശിച്ചിരുന്നത്. അത് തന്നെയാണ് ഇയാൾ സുഹൃത്തുക്കളോടും പങ്കുവച്ചിട്ടുള്ളത്. ആ ഒരു പ്രതികരണമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ടത്. എന്തായാലും പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണം ഈ സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം അമ്മയെ കഴുത്തറത്ത് ഒരു മകൻ കൊല്ലുകയാണ്, അതും ലഹരിയുടെ പിടിയിൽ.